ആഹാ, മോനായിരുന്നോ? എന്താ ഉമ്മ, ആയുസ്സും ആരോഗ്യവും നീട്ടിക്കിട്ടാൻ ഉമ്മ പടച്ചവനോട് പ്രാർത്ഥിക്കായിരുന്നു തോന്നുന്നു. എനിക്കിനി എന്തിനാ മോനെ കൂടുതൽ ആയുസ്? കാസ്യം പോയെങ്കിലും എന്റെ റസിയാമ്മളുടെ കാര്യം നോക്കാൻ ഇപ്പൊ ഈ ഉണ്ടല്ലോ. ആ ഒരു സമാധാനം മാത്രമാണ് ഈ ഉമ്മയ്ക്കുള്ളത്. ആ, ഏതായാലും ഇനി വൈകണ്ട. ആദ്യം റസിയാക്ക് നല്ലൊരു നിക്കാഹ്, പിന്നെ നമ്മൾ ഒരുമിച്ച് ഷാർജയിൽ സെറ്റിൽ ചെയ്യും. നിന്റെ നിക്കാഹ് കെങ്കേമമായി തന്നെ ഈ ഇക്ക നടത്തി തരും. അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ഇക്ക ചെയ്തു കഴിഞ്ഞെന്ന് കൂട്ടിക്കോ. പക്ഷേ അതിനു മുമ്പ് അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ദാ, ഈ കടലാസുകളിൽ ഉമ്മ ഒന്ന് ഒപ്പിട്ട് തന്നാ മാത്രം മതി. ഇല്ല, അത് നടക്കില്ല. എന്റെ ബാബയുടെ സകല സ്വത്തുക്കളും നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള ഈ ഡോക്യുമെന്റ്സ് ഉമ്മയ്ക്കും എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ മോളെ ഇത്? അപ്പൊ നീ എന്നെ അന്യനായിട്ടാ കാണുന്നേ? മയ്യത്തായ കാസിം കാർഡ് സ്ഥാനത്ത് ഇനി ഞാനല്ലേ നിങ്ങൾക്കുള്ളത്? ബാപ്പായും ഇക്കായും കൂടി ഉണ്ടാക്കി വെച്ച എല്ലാ കുഴപ്പങ്ങൾക്കും ലോക പരിചയമില്ലാത്ത നിങ്ങൾ പെണ്ണുങ്ങൾ കോടതി കയറി ഇറങ്ങണോ ഉമ്മ? ഇല്ല, അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഒപ്പിടുമ്മ. സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കത് പോലീസിനോട് പറയാം. നീ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം.